ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞവര അരി വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഞവര അരി ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതാണ്. ഈ ഡ്രൈനെസ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇന്ന് ആവശ്യം നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാണ്. അതിന് സ്കിൻ എപ്പോഴും നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു സാധനമാണ് ഈ ഒരു ഞവര അരി എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തിട്ട് വറുത്ത് പൊടിച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി. രണ്ടാമത് നിങ്ങൾക്ക് ഇതൊന്ന് വേവിക്കുക. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് വേവിച്ചിട്ട് പച്ചവെള്ളത്തിൽ വേവിച്ചെടുക്കുക. എന്നിട്ടത് നിങ്ങൾക്ക് എന്തിലാണോ മിക്സ് ചെയ്യേണ്ടത്, പാലോ തേനോ അങ്ങനെ എന്തിലാണോ മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫേഷ്യലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അത് കുക്കറിലിട്ട് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കാരക്ക കുറച്ച് നേരം കുതിർത്തതാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് തേനും എടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ്. അതായത് നമ്മളെല്ലാത്തിലും ഈ ഒരു ബേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചപ്പാലാണ് എടുക്കുന്നത് കേട്ടോ. കാച്ചാത്ത പച്ചപ്പാൽ. അത് ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ തുണിയില്ലെങ്കിൽ കയ്യോ ഉണ്ടോ ഫേസ് നല്ലോണം ഒന്ന് ഡാബ് ചെയ്യുക. അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടാണെങ്കിൽ നല്ലോണം ഒന്ന് മെല്ലെ വൈപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് മിൽക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫേസ് ചെയ്യുന്നത് പോലെ നെക്കിൻ്റെ ചുറ്റിലും ഒക്കെ നല്ലോണം പാലുകൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഞവര എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആയാലോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ചെറിയ കുട്ടികൾ, അതായത് ടീനേജേഴ്സ് തൊട്ട് യൂസ് ചെയ്യാം. 50 വയസ്സിന് മുകളിലുള്ള പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് ഈ ഒരു ഞവര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളത് ഈ ഫേഷ്യലിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബായിട്ടൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം ഒരു പാത്രത്തിൽ 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റില്ലേ ഞവരേൻ്റെ, അത് 1 സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ ക്രീം പോലെ ആക്കിയിട്ട്, നിങ്ങൾക്കതിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഫേസിൽ നല്ലോണം സ്ക്രബ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പം സ്ക്രബ് ചെയ്യുന്നത് ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് മൂക്കിൻ്റെ സൈഡിൽ മാത്രം ആക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ കഴുത്തിന് ചുറ്റിലും സ്ക്രബ് ചെയ്യണം. എൻ്റെ ഫേസിൽ അത്യാവശ്യം ടാൻ ഉണ്ടായിരുന്നു. അത് വെയിൽ കൊണ്ടിട്ട് അത്യാവശ്യം കുറച്ചൊരു സൺ ടാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫേസ് മുഴുവൻ ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഫേസിൽ ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ മസാജ് ചെയ്തെടുക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ലോണം വൈപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വെള്ളം വെച്ച് കഴുകി കളയുക. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾ എങ്ങനെയാണോ സ്റ്റീം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്റ്റീം ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ചൂടുവെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് അതിൽ മുക്കിയിട്ട് ഒന്ന് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞവര ഫേഷ്യൽ ഉണ്ടല്ലോ, ഈ ഞവര ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ഫേഷ്യൽ പോലെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു ബേസ്, അത് അങ്ങനെ മതി. അതിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പാലൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇപ്പോൾ നല്ലോണം സ്റ്റീമിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫേസിലൊരു മസാജാണ് ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഓയിലുള്ളത്, നോർമൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ അതെടുക്കാം. അത് പ്രശ്നമില്ലാത്തവർ കേട്ടോ. ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഓയിൽ, ഒരു മഞ്ഞളിൻ്റെ ഒരു ഓയിൽ എടുത്തിട്ട് ഫേസ് നെക്കും ഒക്കെ നല്ല പോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്ന വഴി
നമുക്ക് ആ ഫേസിൽ ഈ ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറിയിട്ട് എപ്പോഴും ഒരു ഹൈഡ്രേഷൻ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഫേസ് നല്ലൊരു ഗ്ലോ തരും. നമ്മൾ പറയില്ലേ വെള്ളം കുടിച്ചാൽ നമുക്കൊരു നല്ല ഗ്ലോ കിട്ടുന്നൊക്കെ, അതുപോലെ നമുക്ക് പുറമേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നല്ല പോലെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പാലാണുള്ളെങ്കിൽ, അതായത് ഡ്രൈ സ്കിന്നാരാണെങ്കിൽ അവർക്ക് പാലെടുക്കാം, നോർമൽ നമ്മുടെ പശുവിൻ്റെ പാലെടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് എടുക്കാം. ഇനിയല്ല ഓയിലി സ്കിന്നാണെങ്കിൽ അവർക്ക് റോസ് വാട്ടറോ തേനോ ചേർക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത്, അപ്പം അതിൽ കുറച്ച് വെള്ളം ചേർത്താലും മതി കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുള്ള സ്കിന്നാണെങ്കിൽ, കുരു വരുന്നതോ എന്തെങ്കിലും പ്രോബ്ലം സ്കിന്നാണെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് ഞാൻ ഈ പറഞ്ഞ എന്താണോ, പാലാണെങ്കിൽ പാല്, റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ഒരു പാക്ക് പോലെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ കണ്ണിന് ചുറ്റും തേച്ചിട്ടുണ്ട്, എല്ലായിടവും തേച്ചിട്ടുണ്ട്. അതായത് ഇത് കണ്ണിന് ചുറ്റിലും തേക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ചില പാക്കുകൾ കണ്ണിന് ചുറ്റിലൊന്നും, കണ്ണിൻ്റെ അടിയിലേക്കൊന്നും തേക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഞവര നമുക്ക് കണ്ണിന് ചുറ്റും തേക്കാം, പിരികത്തിലായാലും പ്രശ്നമല്ല, ചുണ്ടിൽ തേക്കാം, അവിടെ എല്ലായിടത്തും തേക്കാൻ പറ്റിയിട്ടുള്ളതാട്ടോ. കാരണം അത്രയും മൈൽഡാണിത്, അത്രയും സേഫാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 15 മിനിറ്റിന് ശേഷം ഫേസ് നല്ലോണം വാഷ് ചെയ്ത് കളയുക. ഓവർ ഡ്രൈ ആക്കാൻ വെക്കണ്ട കേട്ടോ. ഒരുപാട് റിസൾട്ടിന് വേണ്ടി ഒരുപാട് നേരം വെക്കണ്ട, 15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഫേസിൽ, എന്നിട്ടൊരു ലിപ് ബാമും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു ഹൈഡ്രേഷൻ, ആ ഒരു ഗ്ലോ കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇത് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ആയിട്ട് ഈ ഫേഷ്യൽ ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി വൺസ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തേന് എടുക്കാണ്ട് അരച്ചിട്ടുള്ള ഞവരയാണ്, അത് വെച്ചിട്ടൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അതുവരേക്കും ബൈ.